15 മിനിറ്റ് ഒന്നിച്ചൊന്ന് ഇരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഇന്ന് നിങ്ങളുടെ നേതാക്കളൊക്കെ പറഞ്ഞത്. ഇന്നലെ ഒരു 40 മിനിറ്റ് രമേശ് ചെന്നിത്തലയുമായി, ഇന്നൊരു 45 മിനിറ്റ് നീണ്ട ചർച്ച കെ സിയുടെ വീട്ടിൽ, അതിനുശേഷം KCRC ചർച്ചയും ഏറെക്കുറെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. പ്രശ്ന പരിഹാരമായോ സമവായമായോ തീരുമാനമായോ? അല്ല മാധു, നോക്കൂ, ഇത് സമവായത്തിന്റെയും ജനാധിപത്യ സംസാരങ്ങളുടെയും വേദിയാണ്. UDF എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമാണ്, അല്ലാതെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ല. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചു. ആരെയാ തീരുമാനിച്ചത്? എന്നെ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ അത് നടപ്പാവില്ല. ഇവിടെ കുറെ സമവായങ്ങൾ ആവശ്യമായി വരും, ചർച്ചകൾ ആവശ്യമായി വരും. അത് മുഖ്യമന്ത്രി തലത്തിലേക്കും നമ്മൾ കണ്ടതാണ്. പ്രധാനപ്പെട്ട 3 നേതാക്കൾ അവരുടെ ക്ലെയിം മുമ്പോട്ട് വെക്കുന്നു, അവരെ സ്നേഹിക്കുന്നവർ അത് ആവശ്യപ്പെടുന്നു, അത് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നു, പാർട്ടി ചർച്ച ചെയ്യുന്നു, ചർച്ച ചെയ്ത് ഒടുക്കം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അതിനെയാണ് നമ്മൾ സമവായം എന്ന് വിളിക്കുന്നത്. അത് മന്ത്രിസഭ ചർച്ചയുമായി ബന്ധപ്പെട്ടും ഉണ്ടാകും. തിങ്കളാഴ്ച വരെ സമയമുണ്ടല്ലോ. തിങ്കളാഴ്ച ആണല്ലോ ആരൊക്കെയാണ് മന്ത്രിമാർ എന്ന് നിങ്ങളോടടക്കം പറയേണ്ടതും സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് ചെല്ലേണ്ടതും. അതുവരെയുള്ള ചർച്ചകൾ, അവസാന നിമിഷ ചർച്ചകൾ വരെ കോൺഗ്രസിലും UDFിലും എല്ലാ കാലത്തും ഉണ്ട്. അത് ഈ തവണയും ഉണ്ടാകും. വ്യത്യസ്ത ഫാക്ടറുകൾ ചർച്ച ചെയ്യും, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കഴിഞ്ഞൊരു 10 ദിവസം ആവോളം കണ്ടതാണ്. അതിനുശേഷം ഈ പറയുന്ന മന്ത്രിസഭാ ചർച്ചയുണ്ടാകുന്നു. ആ സമയത്ത് അങ്ങ് പറയുന്നത് പോലെ ഒന്നിച്ചിരുന്നാൽ, അല്ലെങ്കിൽ അങ്ങയുടെ നേതാക്കൾ പറഞ്ഞതുപോലെ ഒന്നിച്ചിരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർ ശ്രീ രമേശ് ചെന്നിത്തലയോട് തൃപ്തനാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യം മിണ്ടുന്നില്ല. രണ്ടാമത് തൃപ്തനാണോ എന്ന് ചോദിക്കുമ്പോൾ തൃപ്തനാണെന്നോ പറയാമെന്നോ ഒന്നുമല്ല, അദ്ദേഹം ഒരു ചിരിയോടുകൂടി തിരിഞ്ഞു നടന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി വീട്ടിൽ വന്നു കണ്ടിട്ട്, നിയുക്ത മുഖ്യമന്ത്രി വീട്ടിൽ വന്നു കണ്ടിട്ട് തീരാത്ത പ്രശ്നത്തെയാണ് നിങ്ങൾ ഈ ലഘൂകരിച്ചു കാണുന്നത്. അല്ല, അതെങ്ങനെ തീർന്നില്ലെന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ രമേശ് ചെന്നിത്തല പോലും, ഇപ്പോൾ മാധു തന്നെ പറഞ്ഞു, രമേശ് ചെന്നിത്തല പോലും അദ്ദേഹത്തിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ ചർച്ച കഴിഞ്ഞാൽ തൃപ്തനാണോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് തിരിച്ചറിയാത്ത നേതാവാണോ ചെന്നിത്തല? അല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ശ്രീ രമേശ് ചെന്നിത്തല രാഷ്ട്രീയ പരിണിത പ്രജ്ഞതയുള്ള നേതാവാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 20ാമത്തെ വയസ്സ് മുതൽ കേരള രാഷ്ട്രീയത്തിൽ വിവിധ വകുപ്പുകളും വിവിധ ചുമതലകളും വഹിച്ചിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്താനുള്ള എല്ലാ അവകാശമുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലെയിമുകൾ മുമ്പോട്ട് വെക്കാം, ഒരു സംശയം വേണ്ട. അതിനൊക്കെ ഈ പാർട്ടി സ്പേസ് ഉണ്ടെന്നേ. അത് മുമ്പോട്ട് വെക്കുന്നത് പരിഗണിക്കുന്നത് കൊണ്ടാണല്ലോ, അതിനെ അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും നിയുക്ത മുഖ്യമന്ത്രിയും അടക്കം അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹവുമായി സംവദിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അവിടേക്ക് ഇന്നോവ പറഞ്ഞു വിടുക, ആ പണിയൊന്നും ഈ പാർട്ടിയിൽ അത് നടപ്പിലാകുകയുമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, ഡെമോക്രസിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റിറക്കലുകളുണ്ട്, അതിൻ്റെ നഷ്ടങ്ങൾ ഒരുപക്ഷെ അങ്ങ് നേരത്തെ ഒരു ഈ പരിഹാസ രൂപേണ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ നഷ്ടങ്ങൾ ചിലപ്പോൾ സഹിക്കേണ്ടതായി വന്നേക്കാം. അതിൻ്റെ കൂടുതൽ ഏറ്റിറക്കങ്ങളുടെ നഷ്ടങ്ങൾ പാർട്ടിയിൽ നിന്ന് സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ അത് സഹിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ പ്രക്രിയ പൂർണ്ണമായും പൂർത്തിയാവുക. അപ്പോൾ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ച്, ശ്രീ രമേശ് ചെന്നിത്തല മുമ്പോട്ട് ചില ക്ലെയിമുകൾ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് ക്ലെയിം വെക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. മറ്റ് നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു പട്ടിക ഇപ്പുറത്തെ ചേരിയിൽ നിന്നുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 8 നേതാക്കളുടെ പട്ടിക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും 12 പേരാണ് കോൺഗ്രസിന്റെ, മുഖ്യമന്ത്രി അടക്കം 12 പേരാണ് മന്ത്രിസഭയിലേക്ക് കോൺഗ്രസിന്റേതായി വരേണ്ടത്. അതിൽ 11 പേരുടെ പട്ടികയുമായി രമേശ് ചെന്നിത്തലയ്ക്ക് താല്പര്യമുള്ളവരും KC വേണുഗോപാലിന് താല്പര്യമുള്ളവരുമുണ്ട്. പിന്നെ മുഖ്യമന്ത്രി അല്ല, എൻ്റെ മാധു, മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട, ആർക്കും ഒരു ഡീമെറിറ്റ്സും പറയാനില്ലാത്ത 3 നേതാക്കളുണ്ടായിരുന്നു. 3 നേതാക്കളല്ല, 1 ഡസൻ നേതാക്കളുണ്ട് ഈ പാർട്ടിക്കകത്ത്, MLA-മാരായവർ അല്ലാത്തവർ ഒക്കെ. അപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് അതിലേറെ നേതാക്കളെ പരിഗണിക്കും. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് അങ്ങനെയല്ല, കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന, കോൺഗ്രസ് പാർട്ടിയുടേതായ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന മന്ത്രിമാരാണ് വരാൻ പോകുന്നത്. അവിടേക്ക് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് 11 പേരുടെയോ 20 പേരുടെ പേരൊക്കെ മുമ്പോട്ട് വെക്കാം. അതിലെന്താ തെറ്റ്? അദ്ദേഹത്തിന് എല്ലാ അവകാശങ്ങളും ഉണ്ട്. ശ്രീ KC വേണുഗോപാലിന് വെക്കാം, ശ്രീ VD സതീശന് വെക്കാം. ഇനി പൊതുജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായം, ഇന്ന ആൾ ഇന്ന വകുപ്പിൽ മന്ത്രിയായി വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട കേട്ടോ. അത്തരത്തിലുള്ള പരിപാടിയൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഇല്ല. അദ്ദേഹം പറഞ്ഞത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പട്ടിക ഉണ്ടാകുമെന്നാണ്. ആ പട്ടികയുണ്ടോ?
എന്താണ് ഞാൻ കേട്ടില്ല. അല്ല, ഈ സംവിധാനം ഇങ്ങനെയാണ് എന്ന രീതികളും തിരിച്ചറിയുന്നത് KPCC അധ്യക്ഷനാണല്ലോ, പ്രാഥമികമായും ആത്യന്തികമായും. അദ്ദേഹം പറഞ്ഞത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി മന്ത്രിമാരുടെ പട്ടിക തയ്യാറാകും എന്നാണ്. അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചു തരാം. അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നില്ല ഇന്ന് തന്നെ അത് പുറത്തു വരേണ്ടതുണ്ട് എന്ന്. ആ നിലയ്ക്കുള്ള ഈ പറയുന്ന ഒറ്റ തീരുമാനം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ സംവിധാനങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ വളരെ ലഘുവായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നിടത്താണ് ഞാനത് ചോദിക്കുന്നത്. കേട്ടോ, ലഘുവാണ് എന്ന് ഞാനും പറഞ്ഞില്ല മധു. ഞാൻ പറഞ്ഞത് എല്ലാവരും അവരവരുടെ ക്ലെയിം, അതായത് സീനിയർ നേതാക്കൾക്ക് അവർ താല്പര്യപ്പെടുന്നവർ മന്ത്രിസ്ഥാനത്തേക്ക് വരണമെന്ന് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. ഇദ്ദേഹം മിടുക്കനാണ്, ഇദ്ദേഹത്തിൻ്റെ മെറിറ്റ്സ് ഇതാണ് എന്ന് പാർട്ടിയുടെ മുമ്പിലേക്ക് വെക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിൻ്റെ ടൈറ്റ്നസ് നോക്കി തിട്ടപ്പെടുത്താൻ തൽക്കാലം ഞാൻ ആരാ ചേട്ടാ എന്ന് ചോദിക്കേണ്ടി വരും. അതിന് ഞാൻ യോഗ്യനല്ല. പക്ഷേ അതിൻ്റെ എല്ലാം ഒടുക്കം ഇപ്പം നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ടർ തന്നെ ഏറിയതിലെ ഇന്നവർ ഉറപ്പിച്ചു, ഇവരൊക്കെ സാധ്യതാ പട്ടികയിൽ എത്തി. അപ്പോൾ ചെറിയൊരു കൺസെൻസസ് ഏതാണ്ട് ഒരു 80% സമവായം ആ കാര്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി കൂടിയാണ് പൂർത്തീകരിക്കേണ്ടത്. അത് കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഈ പാർട്ടിക്ക് പറ്റും. അത് ചെയ്യുമെന്നതിൽ ഒരു സംശയവും വേണ്ട. Debate with Madhu Saji.